ഹലോ ഓൾ, വെൽക്കം ടു ലേണിനോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി എസുകാരുടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് ലോജിക് ഡിസൈൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ സെക്കൻഡ് മൊഡ്യൂളിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. സെക്കൻഡ് മൊഡ്യൂളിലും കൂടുതലും തിയറി പോർഷൻസ് അല്ല നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, അതിലും കൂടുതലും നമുക്ക് പ്രോബ്ലംസ് ആയിരിക്കും. കെ മാപ്പ് ബേസ് ചെയ്ത പ്രോബ്ലംസ് അല്ലെങ്കിൽ കോമ്പിനേഷണൽ ലോജിക് അനാലിസിസിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. നമ്മുടെ രണ്ടാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് കോമ്പിനേഷണൽ ലോജിക് ഡിസൈൻ ആണ്. രണ്ടാമത്തെ മൊഡ്യൂൾ അതിനകത്ത് ന്യൂമറിക്കൽ ആയിട്ടുള്ള, അതായത് കെ മാപ്പ് അല്ലെങ്കിൽ ട്രൂത്ത് ടേബിൾ വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. തിയറി പോർഷൻസ് ഒന്നും തന്നെ നോക്കുന്നില്ല. തിയറി പോർഷൻസ് എന്തായാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതിനകത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പോർഷൻസ് നമ്മൾ എന്തായാലും സെക്കൻഡ് മൊഡ്യൂൾ ഫുള്ള് കവർ ചെയ്യും. ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ നമ്പർ സിസ്റ്റം, ബേസിക്കലി നമ്പർ സിസ്റ്റം, അതിൻ്റെ കുറച്ച് കൺവേർഷൻസ്, വൺസ് കോംപ്ലിമെൻറ്റ്, ടൂസ് കോംപ്ലിമെൻറ്റ്, അതിലും കുറേ പ്രോബ്ലംസ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തായാലും ചെയ്ത് തന്നെ നോക്കണം. ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ തനിയെ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കപ്പം പ്രോബ്ലത്തിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്താ നോക്കാം. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഡിറ്റർമൈൻ ദ ട്രൂത്ത് ടേബിൾ ഫ്രം ദ ഗിവൺ ലോജിക് ഡയഗ്രാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ട്രൂത്ത് ടേബിൾ ഡിറ്റർമൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ട്രൂത്ത് ടേബിൾ ആണ്. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഒരു ലോജിക് ഡയഗ്രാം നമുക്കിവിടെ തന്നിട്ടുണ്ട്, ഇല്ലേ? ഒരു ലോജിക് ഡയഗ്രാം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഈ ലോജിക് ഡയഗ്രാം നമുക്ക് തന്നിരിക്കുന്നത് ഏതൊക്കെ ഗേറ്റുകളാണെന്ന് നോക്കിയേ. ഇതെന്ന് വെച്ചാൽ ഏതാണ് ഗേറ്റ്? ഇതാണ് ആൻഡ് ഗേറ്റ് ആണ്. ആൻഡ് ഗേറ്റ് ആകുമ്പം ലോജിക്കൽ ഏത് ഓപ്പറേഷൻ ആണ്? മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും നടക്കുക, അല്ലേ? ആൻഡ് ഗേറ്റ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് ഗേറ്റ്? എക്സോർ ഗേറ്റ് ആണ്. ഇതിൻ്റെയൊക്കെ ട്രൂത്ത് ടേബിൾ മൈൻഡിൽ വേണം. ഇതിൻ്റെയൊക്കെ ട്രൂത്ത് ടേബിൾ ബേസിക് ആണ്. അതൊക്കെ അറിയാമെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഏതാണ്? ഇത് ഓർ ഗേറ്റ് ആണ്. ഇത് സാധാ ഓർ ഗേറ്റ് ആണ്. പിന്നെ ഇതിനകത്തൊരു ഗേറ്റും കൂടെ ഇല്ലേ? ഇവിടെ ഒരു നോട്ട് ഗേറ്റ് ഉണ്ട്. ഞാൻ നോട്ട് ഗേറ്റിനെ എന്നൊന്ന് മാർക്ക് ചെയ്യണേ. ഒരു നോട്ട് ഗേറ്റും ഉണ്ട്. അപ്പോൾ മൊത്തം ഇതിനകത്ത് 4 ഗേറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫിഗർ ആണ് തന്നിരിക്കുന്നത്. അങ്ങനെ ഒരു ലോജിക്, ഒരു ഡയഗ്രാമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഡയഗ്രത്തിൽ നിന്നിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ട്രൂത്ത് ടേബിൾ ഫോം ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഒരു ട്രൂത്ത് ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ട്രൂത്ത് ടേബിൾ ആകുമ്പം അത് ഇൻപുട്ടും ഉണ്ടാവും, ഔട്ട്പുട്ടും ഉണ്ടാവും. അപ്പം ഇതിനകത്ത് എത്ര ഇൻപുട്ടുകളുണ്ട്? നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്, എ ബി സി, അതായത് 3 ഇൻപുട്ടുകളുള്ള ഒരു ട്രൂത്ത് ടേബിൾ ആയിരിക്കും. ഔട്ട്പുട്ട് നമുക്കിവിടെ തന്നിട്ടുണ്ട്, എഫ് എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് എങ്ങനെയായിരിക്കും നമുക്ക് ഫൈനലി നമുക്ക് കിട്ടേണ്ട ആൻസർ? എ ബി സി എന്ന് പറയുന്ന ഇൻപുട്ടുകളും എഫ് എന്ന് പറയുന്ന ഔട്ട്പുട്ടും ഉള്ളതായിരിക്കും നമ്മുടെ ലാസ്റ്റത്തെ എന്ത് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. എ ബി സി ആർ ദ ഇൻപുട്ടും എഫ് എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ആയിരിക്കും. അപ്പം എ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ നമുക്ക് എഴുതാൻ പറ്റുമോ? പറ്റില്ല. അപ്പം എത്ര പോസിബിൾ കോമ്പിനേഷൻസ് എക്കും ബിക്കും സിക്കും വരാം? 3 ഇൻപുട്ടുകൾ ഉള്ളത് കൊണ്ട് തന്നെ 2⁻3 എത്രയാണ്? 8. അപ്പൊ 8 കോമ്പിനേഷൻസ് ഇൻപുട്ടുകളിൽ വരാം. 8 കോമ്പിനേഷൻസ് ഏതൊക്കെയാണ്? 0000 മുതൽ 111 വരെയുള്ള നമ്പേഴ്സിന്റെ കോമ്പിനേഷൻസ് നമുക്ക് എ ബി സിയിൽ ഇട്ട് കൊടുക്കണം. അപ്പം ഓരോ ടൈമിലും എഫിന് കിട്ടുന്ന വാല്യൂസ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്തുണ്ടാക്കേണ്ടത്? ട്രൂത്ത് ടേബിൾ ഫോം ചെയ്യേണ്ടത്. പക്ഷെ അതിനു മുമ്പിൽ എന്താണ് എഫ് എന്ന് അറിയണ്ടേ? നമുക്കിവിടെ ജസ്റ്റ് ഒരു എന്താ തന്നിട്ടുള്ള ഒരു ലോജിക് ഡയഗ്രാം മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പൊ ഈ ഡയഗ്രത്തിൽ നിന്ന് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? എഫിന്റെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. അപ്പൊ അതെങ്ങനെയാ നമുക്ക് നോക്കാം. എ ബി സി എഫ് കണ്ടുപിടിച്ചിട്ട് ഇത് എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ നോക്കാമേ. അപ്പൊ എഫ് ഞാൻ ഇവിടെ എഴുതാൻ പോവാണ്. എഫ് എങ്ങനെ വരുള്ളൂ? ഇവിടെ നോക്കിയേ, എ എന്ന് പറയുന്ന ടേം ഇവിടെ ഉണ്ട്. അപ്പൊ ഈ എ എന്ന് വെച്ച് കഴിഞ്ഞാൽ എ തന്നെ. ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഇവിടെ എന്തായിരിക്കും? ഇവിടെ എ. ഓരോ ഗേറ്റിന്റെയും ഔട്ട്പുട്ട് നിങ്ങൾ അങ്ങ് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിനെ ഫൈനലി എന്ത് ചെയ്യണം? ഓർ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എഫിന്റെ എക്സ്പ്രഷൻ കിട്ടും, എ. ഇവിടെ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്രയാണ് വരുന്നത്? ബി ബാർ ആണ്. ഇത് ബി ബാർ അല്ലേ? ബിനെ നോട്ട് ഗേറ്റ് ചെയ്തതുകൊണ്ട് ബി ബാർ. ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് വരുമ്പോൾ എങ്ങനെ വരും? എ ഡോട്ട് ബി ബാർ എന്ന് വരും. എ ഡോട്ട് ബി ബാർ എന്നായിരിക്കും ഫസ്റ്റ് ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട്. രണ്ടാമത്തെ നോക്കി എക്സോർ ഗേറ്റ്. എക്സോർ ഗേറ്റിൽ എന്തുണ്ട്? ദേ ബി ബാർ അല്ലേ വരുന്നത്? ഈ ബി ബാർ അല്ലേ ഇങ്ങോട്ട് വരിക? സോ ബി ബാർ എക്സോർ ആണ്. സോ എക്സോർ എന്ന് മാർക്ക് ചെയ്തു. എക്സോർ സി. സി അല്ലേ ഇൻപുട്ട് വന്നിരിക്കുന്നത്? സി. അപ്പൊ ബി ബാർ എക്സോർ സി എന്ന് പറയുന്നതാണ് ഈ എക്സോർ ഗേറ്റിന്റെ ഔട്ട്പുട്ട്. ഇനി എന്താണ്? ഈ രണ്ടെണ്ണത്തിനെയും കൂടെ ഇവിടെ എന്താ ചെയ്തിരിക്കുന്നത്? ഓർ ചെയ്തിരിക്കുകയാണ്. അപ്പം ഫൈനലി എഫ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇവിടെ എഴുതാം. എഫ് ഈക്വൽ ടു എന്തായിരിക്കും വരിക? ഇതിന് രണ്ടിനെ ഓർ എന്ന് വെച്ചാൽ ആഡ് ചെയ്യാണ്. എ ഡോട്ട് ബി ബാർ എ ഡോട്ട് ബി എ ഡോട്ട് ബി ബാർ എന്ന് വരും.
നിങ്ങളിത് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക കേട്ടോ. എ ഡോട്ട് ബി ബാർ ബ്രാക്കറ്റ് ഇടാണ് പ്ലസ് എക്സോർ ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് ആണ് പ്ലസ് ബി ബാർ എക്സോർ സി ബി ബാർ എക്സോർ സി. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ എഫിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി നമ്മൾ ട്രൂത്ത് ടേബിൾ എഴുതുന്ന ടൈമിൽ. അപ്പോൾ ട്രൂത്ത് ടേബിൾ എന്തൊക്കെ വരും എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ട്രൂത്ത് ടേബിളിൽ വരുന്ന ഏതാണ് ഫൈനൽ ഇക്വേഷൻ കിട്ടിയത് മനസ്സിലായല്ലോ. ഓരോ ഗേറ്റിന്റെയും ഔട്ട്പുട്ട് എന്ത് വരും എന്ന് നോക്കിയിട്ട് ഫൈനലി തന്നിരിക്കുന്ന ഗേറ്റ് ഏതാണോ ആ ഓപ്പറേഷൻ ചെയ്തിട്ട് നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടി. അപ്പം ഇതിനകത്ത് നമ്മുടെ ഇതാണ് ഫൈനൽ എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? 8 പോസിബിൾ കോമ്പിനേഷൻസ് നമുക്കുണ്ട് എന്ന് പറഞ്ഞു. അപ്പം 8 ഇൻപുട്ടുകളും ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. അതായത് 8 ഇൻപുട്ടുകൾ വന്നാലും ഔട്ട്പുട്ട് എഫിന്റെ വാല്യൂ എന്തായിരിക്കും എന്നത് നമ്മൾ 8 കേസ് ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. അപ്പം നോക്കിയേ, ഞാൻ ആ ട്രൂത്ത് ടേബിൾ ഇങ്ങോട്ട് എഴുതാമേ. ഫസ്റ്റ് എ ബി സി 3 ഇൻപുട്ടുകളാണല്ലോ സി. അപ്പം എക്ക് ഏതൊക്കെയാണ്? 0 0 0. അപ്പോൾ ഈ 1 1 1 വരെയുള്ള കോമ്പിനേഷൻസ് നമുക്ക് നോക്കണം. 0 0 0 0 0 1 then എന്താണ് 0 1 0 then 0 1 1 അടുത്ത എന്താണ് 1 0 0 1 0 1 1 1 0 ലാസ്റ്റ് എത്താണ് 1 1 1. അപ്പം ഇത്രയും കോമ്പിനേഷൻസ് ആണ് നമ്മുടെ ഇൻപുട്ടിൽ വരാൻ പോകുന്നത്. ഇതിന് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. അപ്പം ഇത്രയും കോമ്പിനേഷൻസ് നമ്മുടെ ഇൻപുട്ടിൽ വരും എ ബി സിക്ക്. ഓക്കെ, അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇനി എന്ത് കണ്ടുപിടിക്കേണ്ടത്? എഫ്. പക്ഷെ ഇതിനകത്ത് നോക്കിയേ, ഇതിനകത്ത് വേറെയും ഗേറ്റുകൾ. അപ്പം നിങ്ങൾക്കിത് എളുപ്പത്തിൽ ചെയ്യാൻ, കാരണം ഇപ്പം നേരെ നിങ്ങൾക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എക്ക് 0 0 0 എന്നുള്ള കേസിൽ എ ഡോട്ട് ബി ബാർ എന്ന് വെച്ചാൽ ബിനെ ഇൻവേർട്ട് ചെയ്തിട്ടുള്ള ഇതും വേണം. അപ്പം എളുപ്പത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിനകത്ത് ഓരോ ഓപ്പറേഷൻസ് ഉണ്ടല്ലോ. ഇതിനകത്ത് ബി ബാർ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ഉണ്ട്. ഫസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, ഈ ഒരു നോട്ട് ഗേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞാൻ ഇവിടെ അങ്ങ് എഴുതിയിടുവാണ്. അപ്പം നിങ്ങൾക്ക് ഇനി എഫിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരുപാട് കൺഫ്യൂഷൻ വേണ്ട. ഇപ്പം എഫ് എന്ന് പറയുന്നത് ഇപ്പം ഈ ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തല്ലോ, ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഓരോ ഇൻപുട്ടുകളും ഇട്ടിട്ട് നമുക്ക് എഫിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ അത് കുറച്ചും കൂടെ എന്താ പറയുക, കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ട് വരും. കാരണം ബി ബാർ ഒക്കെ നിങ്ങൾക്ക് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്താലും എക്സോർ ഒക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാം. ഓരോ ഗേറ്റിനും ഔട്ട്പുട്ട് വരുന്നത് ഞാൻ സെപ്പറേറ്റ് ടേബിൾ ആക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഈ എഫ് എന്ന് പറയുന്നതിനകത്തോട്ട് എത്തിച്ചേരാം. അപ്പോൾ ബി ബാർ എന്നുള്ളത് ടേമും കൂടെ ഞാനിവിടെ എഴുതാൻ പോവാണേ. ബി ബാർ. അപ്പോൾ ബി ബാർ എന്താ വരുന്നത് നോക്കിയേ. അപ്പോൾ ബി എന്ന് പറയുന്നത് ഞാനിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബി ബാർ എന്തായിരിക്കും? അതിനെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഫസ്റ്റ് കേസിൽ 1, ബിയുടെ ബാർ ചെയ്തു. 0 എന്ന് പറയുന്നത് 1 ആയി. അടുത്ത എന്താണ്? 0 എന്ന് പറയുന്നത് 1. ദെൻ എന്ത് വന്നു? 0. അടുത്ത എന്താണ്? 0. അതായത് ഈ ബിനെ ഇൻവേർട്ട് ചെയ്യുന്നു. 0 എന്നുള്ളത് ഇവിടെ 1, അഗെയിൻ 1 1 എന്നുള്ളത് ഇവിടെ എന്ത് വന്നു? 0 1 എന്നുള്ളത് ഇവിടെ എന്ത് വന്നു? 0. അപ്പോൾ ബി ബാർ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി എന്താണ്? എ ഡോട്ട് ബി ബാർ. അതൊന്നും കൂടെ നമുക്ക് ഇവിടെ എഴുതിക്കൂടെ? അടുത്ത ടേം എ ഡോട്ട് ബി ബാർ. അപ്പോൾ ബി ബാർ കിട്ടിക്കഴിഞ്ഞാൽ എ ഡോട്ട് ബി ബാർ കണ്ടുപിടിച്ചൂടെ? എ ഡോട്ട് ബി ബാർ. എ ഡോട്ട് ബി ബാർ. എ ഡോട്ട് ബി ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്നെ ഈ ബി ബാർ വെച്ച് തന്നെ മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ 0 × 1 എത്രയാണ്? 0. അത് നിങ്ങൾ സെപ്പറേറ്റ് അങ്ങ് ചെയ്താൽ മതി. ഇതാകുമ്പോൾ നിങ്ങൾക്ക് വേഗം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അടുത്തത് അഗെയിൻ 0 × 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 0. അടുത്തത് 0 × 0 0. എ ഡോട്ട് ബി ബാർ 0 0. അടുത്ത എന്താണ്? 1 × 1. 1 × 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 1. 1 × 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1. 1 × 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0. ദെൻ അഗെയിൻ ലാസ്റ്റ് 0. അപ്പം നമുക്ക് എന്ത് കിട്ടി? എ ഡോട്ട് ബി ബാർ എന്നുള്ളത് കിട്ടി. എ ഡോട്ട് ബി ബാർ. അപ്പോൾ എ ഡോട്ട് ബി ബാറിന്റെ കേസ് നമുക്ക് ഇവിടെ കിട്ടി. ഇനി അടുത്തതാണ് ബി ബാർ എക്സോർ സി. അപ്പോൾ അടുത്ത ഇങ്ങോട്ട് എഴുതാലോ. ബി ബാർ എക്സോർ സി. ബി ബാർ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ബി ബാറിനെയും സിയെയും കൂടെ വെച്ചിട്ട് എക്സോർ ചെയ്യണം. എക്സോർ സി. ഓക്കെ,
ബി ബാർ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ ബി ബാറും ഈ സിയും കൂടെ എന്ത് ചെയ്യണം? എക്സോർ ചെയ്യണം. എക്സോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഡിഫറെന്റ് ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അതാണ് എക്സോർ ഗേറ്റ്. 0 എക്സോർ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 1. 1 എക്സോർ 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 0. അടുത്തത് 0 എക്സോർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0. 1 എക്സോർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1. അടുത്തത് 0 എക്സോർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1. അടുത്ത എന്താണ്? 1 എക്സോർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0. 0 എക്സോർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0. 1 എക്സോർ 1 എക്സോർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. ഇത് നിങ്ങൾക്ക് ഒന്നും കൂടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ നോക്കാം കേട്ടോ. ഓരോ ടേബിളും ഇപ്പം ഇതിനകത്ത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കൺഫ്യൂഷൻ ഉണ്ടാവാം. എന്താണ് സി ബി? 1 എക്സോർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. ഇത് നിങ്ങൾ തനിയെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ബി ബാർ എക്സോർ സി എന്ന് പറയുന്നത് കിട്ടി. ബി ബാർ എക്സോർ സി എന്ന് പറയുന്ന ടേം നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫ് എന്ന് പറയുന്ന ഫോമിലോട്ട് എത്താം. അപ്പോൾ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ ഡോട്ട് ബി ബാർ പ്ലസ് ബി ബാർ എക്സോർ സി. അതായത് ഈ രണ്ട് കോളം കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ എന്ത് കിട്ടും? എഫ് എന്ന് ഇവിടെ എഴുതുന്നുള്ളൂ കേട്ടോ. ആ ഇക്വേഷൻ ഏതാണെന്ന് അറിയാലോ, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് ഈ എഫ് എന്ന് പറയുന്ന ഇക്വേഷൻ. അപ്പം എഫും കൂടെ ഞാനിവിടെ എഴുതുകയാണ്. എന്ത് വരും? ഇത് രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി, ഓർ ചെയ്താൽ മതി. അപ്പം 0 + 1 എന്താണ്? 1. 0 + 0 എന്താണ്? 0. 0 + 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0. 0 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1. 1 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം എന്താണ്? 0. then 1 + 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1. 0 + 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 0. 0 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1. അപ്പം നമ്മുടെ ഫൈനൽ ഇക്വേഷൻ നമുക്ക് കിട്ടി. എന്താണ്? ട്രൂത്ത് ടേബിൾ നമ്മൾ ഡിറ്റർമൈൻ ചെയ്തു. അപ്പം ഫൈനൽ എന്താണ്? എഫിന്റെ വാല്യൂ കിട്ടിയേക്കുന്നുണ്ട് 1 0 0 1 0 1 0 1. അപ്പം നമുക്ക് എന്ത് കിട്ടി? ഫൈനൽ ട്രൂത്ത് ടേബിൾ നമുക്ക് കിട്ടി. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഏതൊരു ലോജിക് ഡയഗ്രാം തന്നു കഴിഞ്ഞാലും അതിനകത്തുനിന്ന് ട്രൂത്ത് ടേബിൾ കണ്ടുപിടിക്കാൻ, അതുപോലെ തന്നെ നേരെ തിരിച്ചും ഒരു ട്രൂത്ത് ടേബിൾ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ലോജിക് ഡയഗ്രാം നമുക്ക് വരയ്ക്കാൻ പറ്റും. ഈ രണ്ട് കേസുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം. ഇത് വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്തായാലും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഫൈനലി നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ട്രൂത്ത് ടേബിൾ നമ്മൾ ഫോം ചെയ്തു. തന്നിരിക്കുന്ന ലോജിക് ഡയഗ്രാം ഫസ്റ്റ് അനലൈസ് ചെയ്യുക. തന്നിരിക്കുന്നതിനകത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം. ഓരോ ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്താണ് എന്നത് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ വേണം. അത് വെച്ചിട്ട് നമ്മൾ ഫൈനൽ എഫ് അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, വൈയോ ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ടിന് നമ്മളൊരു എക്സ്പ്രഷൻ കണ്ടുപിടിച്ചു. ആ എക്സ്പ്രഷനകത്ത് ഇൻപുട്ടിൽ എത്ര കോമ്പിനേഷൻ ആണ്? ഇപ്പം നമുക്ക് എ ബി എന്ന് പറയുന്ന 2 ഇൻപുട്ടേ തന്നിട്ടുള്ളൂ എങ്കിൽ എന്ത് ചെയ്യണം? 4 കോമ്പിനേഷൻസിന്റെ ആയിരിക്കും. അതായത് ഇൻപുട്ടിൽ 4 കോമ്പിനേഷൻസേ വരുള്ളൂ. എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ടിൽ 16 കോമ്പിനേഷൻ, അതായത് 0 0 0 0 മുതൽ 1 1 1 1 വരെയുള്ള കോമ്പിനേഷൻസിന്റെ ട്രൂത്ത് ടേബിൾ ആയിരിക്കണം എഴുതേണ്ടത്. കാരണം ഇത് ഇച്ചിരി കൂടുതൽ മാർക്കിനായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുക. കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യത ഒരുപാടാണ്, തെറ്റിപ്പോവാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ ഡയഗ്രത്തിനെ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ എഴുതി ചെയ്യണം. അപ്പം സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് വെച്ച് തെറ്റിപ്പോയാലും നോക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എവിടെയോ ഒരു മിസ്റ്റേക്ക് വന്നതാണ്, നിങ്ങൾക്ക് മാർക്ക് തരാൻ പറ്റും. നേരിട്ട് ഇപ്പം ഇതിനകത്തോട്ട് നമ്മുടെ ഈ ഇൻപുട്ട് കോമ്പിനേഷൻസ് ഇട്ട് കൊടുക്കാതെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇട്ട് കൊടുത്തിട്ട് ഫൈനലി പക്ക കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. എങ്കിലും സ്പ്ലിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സാധ്യത, അതായത് തെറ്റാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനെ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ഡിറ്റർമൈൻ ദ ഡിലേ ഓഫ് ദ ഫോളോവിങ് കോമ്പിനേഷണൽ ലോജിക് സർക്യൂട്ട്. നമ്മൾ കുറച്ചും കൂടി ട്രൂത്ത് ടേബിൾ തന്നു, ഒരു ലോജിക് സർക്യൂട്ട്, ഈ സെയിം സർക്യൂട്ട് തന്നെ ആയിരുന്നു അല്ലേ? ആ സെയിം സർക്യൂട്ട് തന്നെ നമ്മളിപ്പം ട്രൂത്ത് ടേബിൾ ഫൈൻഡ് ചെയ്തു. ഇപ്പം പറഞ്ഞിരിക്കുന്നതിനകത്ത് ഡിലേ ഡിറ്റർമൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനൊരു പോർഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ഡിലേ ഡിറ്റർമൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഡിലേ നമുക്കറിയാലോ. ഇപ്പോൾ ഈ എൻ്റെ ഒരു സർക്യൂട്ട്, ഇപ്പം ഇതിനകത്ത് മൊത്തം 4 ഗേറ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനകത്ത് ഓൾറെഡി ഡിലേ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. 2ns, അതായത് 1ns 4ns 3ns എന്ന് പറഞ്ഞാൽ ഡിലേ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ഡിലേ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഒരു സർക്യൂട്ട്, അതായത് ഈ എൻ്റയർ ഓപ്പറേഷൻ എ ബി സി എന്ന് പറയുന്ന 3 ഇൻപുട്ടുകൾ ഈ ഒരു സർക്യൂട്ടിൽ കൊടുത്താൽ എത്ര വേഗത്തിലായിരിക്കും ഔട്ട്പുട്ട് എത്തുക? അതായത് ഈ മാക്സിമം നമുക്ക് ഇത്ര ടൈം കഴിഞ്ഞിട്ടേ ഈ എഫിൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെ എത്ര ടൈം, അതാണ് ഡിലേ കാൽക്കുലേഷൻ. എത്ര ഡിലേ എടുത്തിട്ടായിരിക്കും ഔട്ട്പുട്ട് വരിക? അപ്പം നമ്മൾ ഇതിനകത്ത് ഡിലേ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത്
ലോങ്ങസ്റ്റ് ഡിലേ പാത്ത് ആയിരിക്കണം. അതായത് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട എന്താണ്, ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഡിലേ പാത്ത് ആണ് ഇതിനകത്തുനിന്ന് കണ്ടുപിടിക്കേണ്ടത്. ലോങ്ങസ്റ്റ് ഡിലേ പാത്ത്. കാരണം ഇപ്പൊ മാക്സിമം ഇതിനകത്തുനിന്ന് ഏറ്റവും മാക്സിമം ഇത്ര മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഏതെങ്കിലും ഒരു സർക്യൂട്ട് ആയിക്കോട്ടെ, അതിനകത്ത് വേണം എന്നുണ്ടെങ്കിൽ ഈ വഴി പോയാൽ, ഇപ്പൊ ഞാൻ ഇതിനകത്ത് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇപ്പൊ നോക്കിയേ, അപ്പൊ ഇത് മാത്രം ഓർത്ത് വെച്ചേക്കുക. ലോങ്ങസ്റ്റ് ഡിലേ പാത്ത് ആയിരിക്കണം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലോങ്ങസ്റ്റ് പാത്ത്, ഏറ്റവും കൂടുതൽ ഡിലേ വരുന്ന പാത്ത്, അതാണ് ഫൈൻഡ് ചെയ്യേണ്ടത്. ആ പാത്ത് ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും മാക്സിമം പോയാൽ ഇത്ര സെക്കൻഡിനുള്ളിൽ ഔട്ട്പുട്ട് വരും, അതിൽ കൂടുതൽ എന്ത് ചെയ്യില്ല, ഇത് പ്രോസസ്സ് ചെയ്യില്ല. അപ്പം മാക്സിമം ഉള്ള ഡിലേയുടെ നമ്പർ എത്രയാണ്, എത്ര മിനിറ്റ് അല്ലെങ്കിൽ എത്ര, ഇപ്പം ഇത് നാനോ സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്. ഓരോ ഗേറ്റിനും ഔട്ട്പുട്ട് വരാൻ ഇത്ര നാനോ സെക്കൻഡ് എടുക്കും. അപ്പം മാക്സിമം ഡിലേ ആയിരിക്കണം ഇതിനകത്ത് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ലോങ്ങസ്റ്റ് ഡിലേ പാത്ത് ആയിരിക്കും നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത്രയും ഡിലേ ഒന്നും എടുക്കില്ല, ഔട്ട്പുട്ട് പെട്ടെന്ന് തന്നെ വരും. ഞാനിപ്പോൾ കണ്ടുപിടിക്കുന്നതിനകത്ത് ലോങ്ങസ്റ്റ് ഡിലേ ഇപ്പോൾ 12 NS ആണെന്ന് വിചാരിക്കുക. അപ്പോൾ മാക്സിമം 12 NS, അതിനുള്ളിൽ എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും, അതിനപ്പുറം പോവില്ല. അതുകൊണ്ട് ലോങ്ങസ്റ്റ് ഡിലേ പാത്ത് ആയിരിക്കണം തന്നിരിക്കുന്ന സർക്യൂട്ട്, എന്ത് സർക്യൂട്ട് ആയിക്കോട്ടെ അതിനകത്ത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനകത്ത് എന്താണ്, പോസിബിൾ ആയിട്ട് പല രീതിയിൽ നമുക്ക് ഔട്ട്പുട്ടിൽ വരാം. അപ്പോൾ ഡിലേ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേന് നോക്കിയേ, എ എന്ന് പറയുന്ന ഫസ്റ്റ് നമുക്കിത് നോക്കാം. ഈ എയിൽ നിന്നിട്ട് എഫിലോട്ട് വരാൻ എത്ര ഡിലേ ഉണ്ട്, ഈ എയിൽ നിന്ന് എഫിലോട്ട് വരാൻ വേണ്ടിയിട്ട് എത്ര ഡിലേ ഉണ്ട്. എ എന്ന് ഇവിടെ വന്നു, ഇവിടെ 2 NS ഉണ്ട്, 3 NS ഉണ്ട്. അപ്പോൾ എയിൽ നിന്ന് എഫിലോട്ട് വരാൻ വേണ്ടിയിട്ട് 3 + 2 എത്രയാണ്, 5 നാനോ സെക്കൻഡ് എടുക്കും ഇല്ലേ. 5 നാനോ സെക്കൻഡ് ആയിരിക്കും എടുക്കുക. 5 നാനോ സെക്കൻഡ് ആയിരിക്കും ഫസ്റ്റ് കേസിൽ എടുക്കുക. അടുത്ത നോക്കിയേ, ഇനിയുണ്ടല്ലോ പോസിബിൾ ആയിട്ട് ഈ ബിയിൽ നിന്നിട്ട് എങ്ങനെയൊക്കെ വരാം. ഈ ബിയിൽ നിന്നിട്ട് വേണമെങ്കിൽ നേരെ നമുക്ക് ഇങ്ങനെ വരാം ഇല്ലേ. ബിയിൽ നിന്ന് ഇങ്ങനെയാണ് എഫിലോട്ട് വരുന്നതെങ്കിൽ എത്ര സെക്കൻഡ് എടുക്കും. ഇവിടെ ഒരു 1 NS ഉണ്ട്, 2 NS ഉണ്ട്, 3 NS ഉണ്ട്. അപ്പോൾ 3 + 2 + 1, അപ്പം എത്രയാണ്, 6 NS ആയിരിക്കും കിട്ടുന്ന ഡിലേ. എത്രയാണ്, 6 നാനോ സെക്കൻഡ് ആയിരിക്കും ഇതിന് ഡിലേ കിട്ടുക. 6 നാനോ സെക്കൻഡിലായിരിക്കും. അടുത്ത് നോക്കി, ഈ ബി വെച്ച് തന്നെ, ഈ ബിയിൽ വെച്ചിട്ട് തന്നെ ഈ ബിയിൽ നിന്ന് വേണമെങ്കിൽ എന്താണ്, ഈ എക്സോർ ഗേറ്റ് വഴി എന്ത് ചെയ്യാൻ പറ്റും, ഔട്ട്പുട്ടിലേക്ക് എത്താൻ പറ്റും ഇല്ലേ. അപ്പം ഈ വഴി കൂടിയാണ് വരുന്നതെങ്കിലോ 1 NS, 4 NS and 3 NS. അപ്പം 1 + 4 5, 5 + 3 എത്രയാണ്, 8 NS ആണ്. അതായത് 8 നാനോ സെക്കൻഡ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ബിയിൽ നിന്ന് എഫിലോട്ട് വരാം, 8 നാനോ സെക്കൻഡ്. ഇനി എന്താണ്, സിയിൽ നിന്നിട്ട് ഈ ഒരു വഴിയേ ഉള്ളൂ അല്ലേ. ഞാൻ വേറൊരു കളർ എടുക്കാം. ഇനി ഏതാ ലാസ്റ്റ്, സിയും കൂടെ ഉള്ളൂ അല്ലേ. ഈ സിയിൽ നിന്നിട്ട് ഇതിലേക്ക് വരുന്നത് എത്ര നാനോ സെക്കൻഡാ, 3 + 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 നാനോ സെക്കൻഡ്. അപ്പം ഇങ്ങനെയാണ് ഡിലേ കണ്ടുപിടിക്കേണ്ടത്. 7 നാനോ സെക്കൻഡ് എടുക്കും. അങ്ങനെ മൊത്തം എത്ര പാത്താണ്, 1 2 3, മൊത്തം 4 ഡിലേ പാത്തുകൾ നമ്മൾ ഇതിനകത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ടോട്ടൽ ഡിലേ ആണ് കാണിച്ചേക്കുന്നത്. അപ്പം നമ്മൾ എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ഇതിനകത്ത് കൺസിഡർ ചെയ്യേണ്ടത് ലോങ്ങസ്റ്റ് ഡിലേ പാത്ത് ആയിരിക്കണം. അപ്പം ലോങ്ങസ്റ്റ് ഡിലേ എടുത്താൽ മാത്രമേ എത്ര ഫാസ്റ്റിലായിരിക്കും ഈ സർക്യൂട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാവൂ. അപ്പം നമ്മുടെ ഫൈനലി കോമ്പിനേഷൻ സർക്യൂട്ടിന്റെ ഡിലേ ഓഫ് ദ കോമ്പിനേഷൻ സർക്യൂട്ട് എത്രയായിരിക്കും, 8 നാനോ സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എത്രയാണ്, ഡിലേ എന്ന് പറയുന്നത് TD എന്ന് ഇടാമേ, ടൈം അല്ലേ, ഡിലേ എന്ന്, ഇത് ഡിലേ ആണ്. ഡിലേ എന്ന് നമുക്ക് എഴുതാം. ഫൈനലി നമ്മുടെ ഫൈനൽ ആൻസർ എത്രയാണ്, 8 നാനോ സെക്കൻഡ്. അതായത് കിട്ടിയതിനകത്തെ മാക്സിമം അല്ലെങ്കിൽ ലോങ്ങസ്റ്റ് ഡിലേ പാത്താണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇത് മാത്രം ഓർത്തോളാം. അപ്പം നമുക്കിത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട് ഓരോ ഗേറ്റും എത്ര ഡിലേ എടുക്കും ഔട്ട്പുട്ടിൽ എത്താൻ എന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിലേ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. പിന്നെ ലോങ്ങസ്റ്റ് ഡിലേ പാത്താണ് കൺസിഡർ ചെയ്യേണ്ടത് എന്നും കൂടെ ഓർക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്തൊരു ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കിയേ. ഫോർ ദ ഗിവൺ 2 ഇൻപുട്ട് ട്രൂത്ത് ടേബിൾ give the canonical SOP logic expression. First എന്താണ്, SOP logic expression, then logic diagram and min-term list. അതായത് ഈ ഒരു ട്രൂത്ത് ടേബിളിൽ നിന്നിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് SOPയുടെ ലോജിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുണ്ട്. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ എന്താണ്, അതിൻ്റെ ലോജിക് ഡയഗ്രാം വരയ്ക്കാനുണ്ട്. പിന്നെ എന്താണ്, മിൻ ടേം ലിസ്റ്റ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയും, അതായത് ശരിക്കും ഇതൊരു 3 സബ് പാർട്ടുകളുണ്ട്. ഇത് 3 എണ്ണവും കൂടെ നമ്മൾ ഈ ഒരു ട്രൂത്ത് ടേബിൾ വെച്ചിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. അപ്പോൾ തന്നിരിക്കുന്ന ഇതിപ്പോൾ ഒരു 2 ഇൻപുട്ട് ട്രൂത്ത് ടേബിൾ ആണ്.
മേ ബി ചിലപ്പോഴെങ്കിൽ എന്താണ് 3 ഇൻപുട്ടോ 4 ഇൻപുട്ടോ ട്രൂത്ത് ടേബിൾ തന്നിട്ട് നിങ്ങൾക്ക് SOPയോ POSോ അപ്പം മാക്സിമം ഇതിനകത്തുനിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. ഒന്നെങ്കിൽ SOPയുടെ ലോജിക് എക്സ്പ്രഷൻ, ലോജിക് ഡയഗ്രാം, ദെൻ മിൻ ടേം ലിസ്റ്റ്. അതുപോലെ തന്നെ എന്തുണ്ടാവും, POSന്റെ ലോജിക് എക്സ്പ്രഷൻ ചോദിക്കാം, ദെൻ എന്ത് ചെയ്യാം, ലോജിക് ഡയഗ്രാം ചോദിക്കാം, അതിന്റെ മാക്സ് ടേം ലിസ്റ്റും ചോദിക്കാം. അത് വെച്ചിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് കുറച്ചധികം കാര്യങ്ങളായിരിക്കും മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ നോക്കിയത് തന്നിരിക്കുന്നത് നോക്കി, ഇതിനകത്ത് റോ എന്ന് പറഞ്ഞിട്ട് ഒരു കോളം തന്നിട്ടുണ്ട് അല്ലേ. 0 1 2 3 എന്ന് പറയുന്ന റോയാണ് തന്നിട്ടുള്ളത്. ഇൻപുട്ടുകൾ തന്നിട്ടുണ്ട്. ഇൻപുട്ട് ഏതൊക്കെയാണ്? 2 ഇൻപുട്ട് ആയതുകൊണ്ട് എയും ബിയുമാണ് ഇൻപുട്ടുകൾ. ഔട്ട്പുട്ട് തന്നിരിക്കുന്നത് എഫ് ആണ്. 0 0യുടെ കേസിൽ 2 ഇൻപുട്ട് ആയതുകൊണ്ട് തന്നെ 4 ഇൻപുട്ട് കോമ്പിനേഷൻസ് ഉണ്ടാവും. ഏതൊക്കെയാണ്? 0 0 0 1 1 0 1 1. ഇതിനകത്ത് എഫിനും അതായത് ഔട്ട്പുട്ടും തന്നിട്ടുണ്ട് അവർ. 0 0ക്ക് 0, 0 1ന് 1, 1 0ക്ക് 0, 1 1ന് 1 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് SOP എക്സ്പ്രഷൻ എഴുതാം. SOP എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സം ഓഫ് പ്രോഡക്റ്റ് ആണ്. SOP എക്സ്പ്രഷൻ എഴുതാം ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഞാനിപ്പോൾ ഇത് എഴുതാൻ നിൽക്കണ്ട, നിങ്ങൾ തനിയെ എഴുതി നോക്കുക SOP എക്സ്പ്രഷൻ എന്താ. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? SOP എഴുതണം എന്നുണ്ടെങ്കിൽ എഫ് ഔട്ട്പുട്ട് 1 ആയിട്ടുള്ളത് മാത്രം മാർക്ക് ചെയ്യുക. ഔട്ട്പുട്ട് 1 ആയിട്ടുള്ളത് രണ്ട് കേസേ ഉള്ളൂ. ഏതാണ്? 0 1ന് ഔട്ട്പുട്ട് 1 ആണ്, 1 1നും ഔട്ട്പുട്ട് 1 ആണ്. അപ്പം SOP എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സം ഓഫ്, അതായത് പ്രോഡക്റ്റ് ടേമിന്റെ സം ആയിട്ടായിരിക്കും എഴുതേണ്ടത്. അപ്പം അതിനകത്ത് ഓർക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അത് 1 ആയിരിക്കും. എ ബാർ എന്താണ്? അതായത് നോർമൽ ലോജിക് ആണ്. എ ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആയിരിക്കും. ഇത് എ എന്ന് വെച്ചിരിക്കുന്നത് ഞാൻ വെറുതെ കാണിച്ചുള്ളൂ. എയോ ബിയോ സിയോ എന്തോ ആയിക്കോട്ടെ, തന്നിരിക്കുന്ന നമ്പർ ബാർ ഉണ്ടെങ്കിൽ അത് 0 ആയിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക, അല്ലാത്തത് 1 ആയിട്ടായിരിക്കും എന്ന് ഓർക്കുക. ഓക്കെ, അപ്പം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഈ രണ്ട് ഫോമിലേ ഉള്ളൂ. ഒന്നാമത്തത് ഈ 0 1ഉം രണ്ടാമത്തത് 1 1ഉം. അപ്പോൾ SOP എക്സ്പ്രഷൻ എങ്ങനെ വരും എന്ന് പറഞ്ഞേ, മീൻസ് നിങ്ങളൊന്ന് എഴുതി നോക്കിയേ. അപ്പോൾ SOP എക്സ്പ്രഷൻ വരുന്നത് ഇങ്ങനെയായിരിക്കും. 0 1 0 1 എന്ന് വെച്ചാൽ എ ബാർ ആണ്, സം ഓഫ് പ്രോഡക്റ്റ് ടേം ആണ്. അപ്പം എ 0 ആയതുകൊണ്ട് തന്നെ എക്ക് എന്തുണ്ടാവും? ബാർ ഉണ്ടാവും. എ ബാർ ഡോട്ട് പ്രോഡക്റ്റ് ടേം അല്ലേ, എ ബാർ ഡോട്ട് ബി. ബി എന്ന് വെച്ചാൽ ബിക്ക് 0 അല്ലാത്തതുകൊണ്ട് എ ബാർ ഡോട്ട് ബി പ്ലസ് സം ഓഫ് പ്രോഡക്റ്റ് ടേം. രണ്ടാമത്തെ ഏതാണ്? എ ബി. എ ഡോട്ട് ബി, എ ഡോട്ട് ബി, എ ഡോട്ട് ബി. അപ്പം നമ്മൾ എന്തെഴുതി? SOP. ഇത്രയല്ലേ ഉള്ളൂ SOP എക്സ്പ്രഷൻ. വളരെ സിമ്പിൾ ആണ്. തന്നിരിക്കുന്നതിനകത്ത് ഔട്ട്പുട്ട് 1 ആയിട്ടുള്ള കേസ് മാത്രം നോക്കണം. SOPയുടെ കേസിൽ POS ആണെങ്കിൽ 0. അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതും കൂടെ നിങ്ങൾക്ക് അങ്ങ് മനസ്സിലായിക്കോളും. അപ്പം 0 1 എഴുതി. 0 1 ആയതുകൊണ്ട് തന്നെ എ ബാർ എന്ന് എഴുതി, ബി എ ബാർ ബി പ്ലസ് എ ബി എന്ന് പറഞ്ഞതായിരിക്കും നമ്മുടെ SOP എക്സ്പ്രഷൻ. അത് നമ്മൾ എഴുതി. രണ്ടാമത്തെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ലോജിക് ഡയഗ്രാം. അപ്പോൾ നമ്മുടെ ഈ SOP എക്സ്പ്രഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ലോജിക് ഡയഗ്രാം നമുക്ക് വരയ്ക്കാൻ പറ്റത്തില്ലേ? ലോജിക് ഡയഗ്രാം വരയ്ക്കാം. അപ്പം എ ബി രണ്ട് ഇൻപുട്ടുകളേ ഉള്ളൂ. അപ്പം എ എന്ന് ഞാൻ എഴുതുവാണ്. ലോജിക് ഡയഗ്രാം എ ഡോട്ട് ബി. ഇവിടെ എന്ത് ഗേറ്റ് വരും? ശരിക്കും ഇതിനകത്ത് എന്ത് ഗേറ്റ്? മൊത്തം 3 ഗേറ്റ്സുകൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഇവിടെ ഒരു ആൻഡ് ഗേറ്റ്, എ ഡോട്ട് ബി എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ഒരു ആൻഡ് ഗേറ്റ് വേണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലസ് കാണിക്കുന്നത് ഒരു ഓർ ഗേറ്റിനെയാണ്. ഇവിടെ ഒരെണ്ണത്തിന് ബാർ ഉണ്ട്, സോ അതൊരു നോട്ട് ഗേറ്റിനെയാണ് കാണിക്കുന്നത്. അപ്പം ഞാൻ എ എന്ന് പറയുന്ന ലൈൻ എടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് എ എന്ന് പറയുന്ന ലൈൻ എടുക്കുകയാണ്. സോ എ, ദിസ് ഇസ് എ. ഇതാണ് എ എന്ന് പറയുന്ന ലൈന്. ഓക്കെ, എ ബാർ ഉള്ളത് കൊണ്ട് ഞാൻ ഇത് എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ ഒരു നോട്ട് ഗേറ്റ് കൊടുക്കുകയാണ് ഇതിന് കേട്ടോ. ഇവിടെ എന്തുണ്ട്? ഒരു നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റ് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. നിങ്ങൾ തനിയെ വരച്ചാൽ മതി. നിങ്ങൾ തനിയെ വരച്ച് നോക്കണം കേട്ടോ. ഒരു ലോജിക് ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്രഷൻ എഴുതാനും എക്സ്പ്രഷൻ വെച്ചിട്ട് ലോജിക് ഡയഗ്രാം വരയ്ക്കാനും ഓർത്ത് പഠിച്ചു വെച്ചേക്കണം. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ബാർ ആണ്. ഫസ്റ്റ് ഞാൻ അങ്ങനെ ഒരു ലൈൻ ഉണ്ടാക്കി. ഇത് എ എന്ന് പറയുന്നു, ഇത് എ ബാർ. ഇനി ബി എന്ന് പറയുന്ന ഒരു ലൈൻ കൂടെ എഴുതുകയാണ്. ബി ഫസ്റ്റ് എന്താണ്? എ ഡോട്ട് ബി എന്നാണ്. അപ്പോൾ എ ഡോട്ട് ബി ആയതുകൊണ്ട് എന്തായിരിക്കും? എയും ബിയും കൂടെ എന്ത് ചെയ്യുന്നു? ഒരു ആൻഡ് ഗേറ്റിലേക്ക് കൊടുക്കുകയാണ്. ഒരു ആൻഡ് ഗേറ്റ്. അപ്പോൾ ഇതിന്റെ ഔട്ട്പുട്ട് എന്ത് വന്നു? എ ബാർ ഡോട്ട് ബി ബാർ എന്ന് കിട്ടി നമുക്ക് ഔട്ട്പുട്ട് ഇല്ലേ. ഇത് ബാർ ഉണ്ട്. എ ബാർ ഡോട്ട് ബി എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടി. അടുത്തത് നോക്കി, എ ഡോട്ട് ബി. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ എടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് വരച്ചാലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇതിൽ നിന്ന് തന്നെ എടുക്കുകയാണ്. എ, ഇത് ബി. ഇവിടെ ബി എന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. സെപ്പറേറ്റ് എ ബിയും താഴെ എഴുതാനും കുഴപ്പമില്ല. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എഗെയിൻ എന്തുണ്ടാവും? ഒരു ആൻഡ് ഗേറ്റ് മാർക്ക് ചെയ്തു. ഇതിന്റെ ഔട്ട്പുട്ട് എന്ത് വരുന്നു? എ ഡോട്ട് ബി. എ ഡോട്ട് ബി എന്ന് വന്നു. അപ്പൊ നമുക്ക് ഈ രണ്ട് എക്സ്പ്രഷൻ കിട്ടിയില്ലേ. എന്നിട്ട് എന്താ ചെയ്തേക്കുന്നത്?
ഓർ ഗേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? പ്ലസ്. അപ്പം എ ബാർ ഡോട്ട് ബി പ്ലസ് എ ഡോട്ട് ബി എന്ന് പറയുന്നത് കിട്ടും. ഇവിടെ എന്ത് വരും? ഓർ ഗേറ്റ് ആയിരിക്കും വരിക. എന്താണ്? ഓർ ഗേറ്റ്. ദിസ് ഈസ് ഓർ ഗേറ്റ്. അപ്പൊ എന്ത് കിട്ടി? നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു, ഇക്വേഷൻ എന്ത് വന്നു? എഫ് ഈക്വൽ ടു എ ബാർ ബി പ്ലസ് എ ബാർ ബി പ്ലസ് എ ബി എന്ന് പറയുന്ന ഫോമിലോട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ലോജിക് ഡയഗ്രാം വരച്ചു. മനസ്സിലായല്ലോ? അപ്പം ഇതിപ്പം വളരെ ചെറിയൊരു ലോജിക്കാണ് തന്നിരിക്കുന്നത് 2 ഇൻപുട്ടിന്റെ. ഇത് നമുക്ക് 3 ഇൻപുട്ട് എന്ന രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. അതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. SOP എക്സ്പ്രഷൻ നമ്മൾ ഫസ്റ്റ് കേസ് നമ്മളത് ചെയ്തു. രണ്ടാമത് എന്ത് ചെയ്തു? ലോജിക് ഡയഗ്രാം വരച്ചു. ഇനി അടുത്ത് എന്താ പറഞ്ഞത്? മിൻ ടേം ലിസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ മിൻ ടേം നമ്മൾ എങ്ങനെ എഴുതുക? മിൻ ടേം എഴുതുന്നത് എങ്ങനെയാ? മിൻ ടേം ഈക്വൽ ടു സമ്മേഷൻ. ഇതാണല്ലോ മിൻ ടേമിന് നമ്മൾ കാണിക്കുന്ന സിമ്പല്. ഇതെഴുതുക. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോ കാണിക്കുന്നതാണ്. എത്ര വേരിയബിൾസ് ഉണ്ട്? എ ബി എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുള്ളൂ. എ ബി. ഇനി ഏതൊക്കെയാണ് ഔട്ട്പുട്ട് 1 വന്നിരിക്കുന്നത്? ഇതിനകത്ത് മിൻ ടേം എഴുതുമ്പോൾ എന്താ ചെയ്യേണ്ടത്? SOPയിൽ നമ്മൾ കൺസിഡർ ചെയ്ത ഈ രണ്ട് കോമ്പിനേഷൻസ് ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഏതാണ്? 1. റോ 1 വന്നിരിക്കുന്ന റോ 1 കോമ രണ്ടാമത്തെ എവിടെയാണ്? 3 ആണ്. റോ 3 1 കോമ 3 എന്ന് പറയുന്നതാണ് എന്ത്? മിൻ ടേം ലിസ്റ്റ്. മിൻ ടേം എന്ന് എഴുതുക. മിൻ ടേം അപ്പൊ മിൻ ടേം നമ്മൾ എഴുതിയില്ലേ? മിൻ ടേം ഈക്വൽ ടു സമ്മേഷൻ എ ബി 1,3. ഇതാണ് മിൻ ടേം. അപ്പം 3 പാർട്ടാണ്. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ, ഒരു ട്രൂത്ത് ടേബിൾ തന്നിട്ട് അതിനകത്തുനിന്ന് 3 പാർട്ടാണ് എഴുതാൻ പറഞ്ഞത്. ഫസ്റ്റ് എന്ത് പറഞ്ഞത്? ഒരു SOP എക്സ്പ്രഷൻ എഴുതാൻ പറഞ്ഞു. അതിനുശേഷം ലോജിക് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞു. അത് നമ്മൾ വരച്ചു. അതിനുശേഷം അതിനകത്ത് മിൻ ടേം ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പം ഇത് മനസ്സിലായല്ലോ? വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ വളരെ വേഗം ചെയ്യാൻ പറ്റും. എന്താണല്ലോ ഇത്? ഓരോ ക്വസ്റ്റ്യൻസ് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം. കണ്ടു കഴിഞ്ഞിട്ട് ഇത് എളുപ്പമാണ്, പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കരുത്. നിങ്ങൾ ചെയ്ത് തന്നെ നോക്കണം. അത് ഞാൻ എപ്പോഴും പറയാൻ കാര്യം, കാരണം കൂടുതൽ ഈ ബൂളിയൻ ഓൾജിബ്രയും നമ്പർ സിസ്റ്റത്തിലും ഒക്കെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഏതാ നോക്കാം. നമുക്കപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മറ്റേതിന്റെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ കണ്ടുപിടിക്കേണ്ടത് POS ലോജിക്. അതായത് ഫോർ ദ ഗിവൺ 2 ഇൻപുട്ട് ട്രൂത്ത് ടേബിൾ ഗിവ് ദ കനോണിക്കൽ POS, അതായത് പ്രോഡക്റ്റ് ഓഫ് സം ലോജിക് എക്സ്പ്രഷൻ ദെൻ ലോജിക് ഡയഗ്രാം ആൻഡ് മാക്സ് ടേം ലിസ്റ്റ്. ഇത്രയാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അതായത് മറ്റേതിന്റെ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷെ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ POS എക്സ്പ്രഷനും ലോജിക് ഡയഗ്രാമും മാക്സ് ടേം ലിസ്റ്റും. അപ്പൊ എങ്ങനെയായിരിക്കും? മറ്റേത് നേരെ റിവേഴ്സ് ആയിരിക്കും. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ട്രൂത്ത് ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? എ ബി എന്ന് പറയുന്നത് ഇൻപുട്ടും എഫ് എന്ന് പറയുന്നത് ഔട്ട്പുട്ടും ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് മാക്സ് ടേമിന് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ആദ്യം അതായത് എഫ് ഔട്ട്പുട്ട് 0 ആയിട്ടുള്ള ടേംസിനെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ ഇതിനകത്ത് എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ടല്ലേ? 0 ഔട്ട്പുട്ട് 0. ഇതും അതുപോലെ തന്നെ ഏതാണ്? 1 ഔട്ട്പുട്ട് 0. 1 ഔട്ട്പുട്ട് 0 ആണ്. 0 ഔട്ട്പുട്ട് 0 ആണ്. അപ്പൊ ഈ 2 ടേംസ് മാത്രം നമുക്ക് കൺസിഡർ ചെയ്താൽ മതി പോരെ? അപ്പം ഒന്ന് ഇതും ഒന്ന് ഇതും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കി. ഇനി ഇതിന്റെ POS എക്സ്പ്രഷൻ എഴുതാണ്. എന്ന് വെച്ചാൽ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് സം. അതിന്റെ സം ടേംസ് ആയിട്ട് എഴുതിയിട്ട് അതിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പൊ ഈ ഒരു ടേം ഇതിനെ എങ്ങനെ നമുക്ക് എഴുതാം? A പ്ലസ് ബി എന്നല്ലേ എഴുതുന്നേ? A പ്ലസ് ബി. A പ്ലസ് ബി. രണ്ടാമത്തെ നോക്കിയേ, A ബാർ പ്ലസ് ബി. A ബാർ 0 എന്ന് പറയുന്നത് ഈ ഒരു ടേം, അതായത് POS എഴുതുമ്പോൾ ഓർത്തിരിക്കേണ്ട ഒരു കേസ് എന്താണ്? അതിൽ A എന്ന് പറയുന്ന അല്ലെങ്കിൽ B എന്ന് പറയുന്ന ആ ഒരു ടേം എന്തായിരിക്കും? ബാർ ആയിരിക്കും അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാല് 0 ആണെന്നുണ്ടെങ്കിൽ, സോറി വിട്ടുപോയേ, 0 ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? എയോ ബിയോ അങ്ങനെയായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. 1 ആണെന്നുണ്ടെങ്കിൽ അതിനെ ബാർ വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. അത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. POS എഴുതും, അതായത് നമ്മുടെ SOPയുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ബി ടേം എന്ത് വരും? A ബാർ പ്ലസ് ബി പ്ലസ് ബി. അപ്പൊ നമ്മുടെ POS എക്സ്പ്രഷൻ നമുക്ക് കിട്ടി. എങ്ങനെ എഴുതും ലാസ്റ്റ് POS? ഇവിടെ എഴുതാം. നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണം കേട്ടോ. മറ്റേന്റെ സെയിം സംഭവമാണ്, പക്ഷേ POSഉം
അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ലോജിക് ഡയഗ്രാം മാക്സ് ടേം. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു, അതായത് സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് സം, അതായത് സം ടേംസിനെ എഴുതി ഇതിൻ്റെ പ്രോഡക്റ്റിനെ ആയിരിക്കും നമ്മൾ പി ഒ എസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ ബാർ പ്ലസ് ബി, എ ബാർ പ്ലസ് ബി, ഇതാണ് നമ്മുടെ പി ഒ എസ് ടേം. അപ്പോൾ പി ഒ എസ് നമ്മൾ എഴുതി. പി ഒ എസ് എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ ബാർ പ്ലസ് ബി എന്നുള്ളതാണ് അതിൻ്റെ പി ഒ എസ്. അപ്പോൾ അതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്താ നോക്കാമല്ലോ. രണ്ടാമത്തെ എന്താ ചെയ്തത്? അപ്പോൾ നമ്മൾ പി ഒ എസ് ലോജിക്കൽ എക്സ്പ്രഷൻ നമ്മൾ എഴുതി. ഇനി അതിൻ്റെ ലോജിക് ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞത്. ലോജിക് ഡയഗ്രാം എങ്ങനെയാണ്? ലോജിക് ഡയഗ്രാം നോക്കുമ്പോൾ ഫസ്റ്റ് എത്ര ഇൻപുട്ട് ഉണ്ട്? 2 ഇൻപുട്ടാണുള്ളത്. ഒന്നാമത്തെ എന്താണ്? എ പ്ലസ് ബി എന്ന് പറയുന്ന ഇൻപുട്ട് ഉണ്ട്. അപ്പോൾ എന്തായാലും എന്താണ്? ഒരു പ്ലസ് എന്ന് പറയുമ്പോൾ ഓർ ഗേറ്റ് എ ബി എന്ന് എഴുതി. ഇത് നമ്മൾ എന്ത് ചെയ്തു? ഒരു ഓർ ഗേറ്റിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എ ബിയുടെ ഔട്ട്പുട്ട്, ഓർ ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? എ പ്ലസ് ബി എന്നുള്ളതായിരിക്കും ഇതിൻ്റെ ഔട്ട്പുട്ട് അല്ലേ. ഒന്നെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാം, ഞാൻ ഇതിൽ നിന്ന് തന്നെ എടുക്കാം. അടുത്ത ഏതാണ്? എ ബാർ വേണം അല്ലേ. എ ബാറിന് എന്ത് വേണം? ഒരു നോട്ട് ഗേറ്റ് കൊടുക്കണം. നോട്ട് ഗേറ്റ് കൊടുത്തു കഴിയുമ്പോൾ എ എന്നുള്ളത് ഇവിടെ വരുമ്പോൾ അതെന്തായി? എ ബാറായി. രണ്ടാമത്തെ എന്തായിരുന്നു? എ ബാർ പ്ലസ് ബി എന്നാണ്. ബി ഞാൻ ഇവിടെ ഇങ്ങനെ തന്നെ എടുക്കുകയാണ്. ബി ഇതിന് രണ്ടിനെയും കൂടി എന്ത് ചെയ്യണം? ഒരു ഓർ ഗേറ്റിലൂടെ കൊടുക്കണം. ഓർ ഗേറ്റ് കൊടുത്തു. അപ്പോൾ ഇതിന് എ പ്ലസ് ബി, എ പ്ലസ് ബി, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ത് വരും? എ ബാർ പ്ലസ് ബി, എ ബാർ പ്ലസ് ബി, എ ബാർ പ്ലസ് ബി. ഇതിനെന്താ ചെയ്യണം? നമ്മൾ ആൻഡ് ഗേറ്റ് കൊടുക്കണം. ആൻഡ് ഗേറ്റ്, ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ത് വരും? എ പ്ലസ് ബി ഇൻറ്റു എ ബാർ പ്ലസ് ബി. അതായത് നമ്മുടെ പി ഒ എസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോജിക് ഡയഗ്രാമാണ് ഇത്. 2 ഓർ ഗേറ്റും ഒരു ആൻഡ് ഗേറ്റും. ഇതിൻ്റെ ഔട്ട്പുട്ട് എ പ്ലസ് ബി ഇൻറ്റു എ ബാർ പ്ലസ് ബി പ്ലസ് ബി, എ ബാർ പ്ലസ് ബി എന്ന് കിട്ടി. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് രണ്ടെണ്ണത്തിന് ആൻസർ പറഞ്ഞില്ലേ? എന്തൊക്കെയാണ്? ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂത്ത് ടേബിളിൽ നിന്നിട്ട് നമ്മൾ എന്തെഴുതി? പി ഒ എസ് എക്സ്പ്രഷൻ എഴുതി, ലോജിക് ഡയഗ്രവും വരച്ചു. ഇനി എന്താ? മാക്സ് ടേം ലിസ്റ്റ് എഴുതാം. അപ്പോൾ മാക്സ് ടേം എങ്ങനെ എഴുതാം? എഫ് ഇസ് ഈക്വൽ ടു മാക്സ് ടേം ലിസ്റ്റ് ആണ്. എഫ് ഈക്വൽ ടു മാക്സ് ആയതുകൊണ്ട് പൈ വെച്ചിട്ടായിരിക്കും എഴുതുക. പൈ എ ബി എന്ന് പറയുന്നത് പൈ എ ബി. നമ്മുടെ റോയുടെ നമ്പർ തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഏതൊക്കെയാണ് മാക്സ് ടേമിൽ? ഒരു 1 0th റോ, 0, 0യ്ക്കും പിന്നെ നമ്മൾ 2. അപ്പോൾ 0, 2. ദിസ് ഈസ് ദ മാക്സ് ടേം ലിസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ആയിരിക്കും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇതാകുമ്പോൾ എല്ലാം, അതായത് എൻ്റെയർ ക്വസ്റ്റ്യൻസ് നമ്മളിതിനകത്ത്, അതായത് ഒരു ലോജിക് ഗേറ്റ്, അതായത് നമുക്കൊരു ട്രൂത്ത് ടേബിൾ തന്നിട്ടുണ്ട്. ഈ ട്രൂത്ത് ടേബിൾ തന്നിട്ട് നമുക്ക് പി ഒ എസ് എക്സ്പ്രഷൻ എഴുതി, ലോജിക് ഡയഗ്രാം വരച്ചു, മാക്സ് ടേം ലിസ്റ്റ് എഴുതി. അപ്പോൾ ഇത് നേരെ തിരിച്ച് നമുക്ക് തന്നിരിക്കുന്ന എന്തായിരിക്കും? ഒരു പി ഒ എസ് എക്സ്പ്രഷൻ തന്നിട്ട് ട്രൂത്ത് ടേബിൾ എഴുതാനോ, അല്ലെങ്കിൽ അത് വെച്ചിട്ട് നമ്മുടെ ഈ ലോജിക് എക്സ്പ്രഷൻ എഴുതാനോ വരയ്ക്കാനോ അല്ലെങ്കിൽ ഇത് എഴുതാനോ എളുപ്പമായിരിക്കും. ഇപ്പം ചിലപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ ഈ ഒരു എന്താ പറയുക, ഈ ഒരു മാക്സ് ടേം ലിസ്റ്റോ അല്ലെങ്കിൽ മിൻ ടേം ലിസ്റ്റോ ആയിരിക്കും തരിക. എന്നിട്ട് അത് വെച്ചിട്ട് നിങ്ങളോട് പറയും ഒന്നെങ്കിൽ എന്താണ് എക്സ്പ്രഷൻ, പി ഒ എസ് എക്സ്പ്രഷനോ SOP എക്സ്പ്രഷൻ എഴുതാനോ, അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് ഒരു ട്രൂത്ത് ടേബിൾ വരയ്ക്കാനോ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള കൺവേർഷൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? നോക്കി വെച്ചിട്ടേ പോകാവുള്ളൂ. ഇതിപ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷേങ്കിൽ കുറച്ച് ശ്രദ്ധയോടുകൂടി വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ട്രൂത്ത് ടേബിളിൽ നിന്നിട്ട് നമുക്ക് എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം, എങ്ങനെ ലോജിക് ഡയഗ്രാം വരയ്ക്കാം, പിന്നെ എന്താണ് മാക്സ് ടേം ലിസ്റ്റ്. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു എന്താണ് ഈ മിൻ ടേം ലിസ്റ്റോ അല്ലെങ്കിൽ ഒരു മാക്സ് ടേം ആയിട്ട് തന്നിരിക്കുന്നതിനകത്തുനിന്ന് എങ്ങനെ SOP എക്സ്പ്രഷൻ എഴുതാം, എങ്ങനെ ലോജിക് ഡയഗ്രാം വരയ്ക്കാം എന്നും കൂടെ നോക്കാം. അപ്പോൾ ഈ ഒരു പോർഷനിൽ നിന്നിട്ടുള്ള ഏകദേശം ഫുള്ള് ക്വസ്റ്റ്യൻ അങ്ങ് കവർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ for the three input min-term list given below, find the canonical sum of product logic expression. അതായത് തന്നിട്ടുണ്ട് നമുക്കൊരു മിൻ ടേം ലിസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. f is equal to summation abc 246 എന്ന് പറയുന്ന ഒരു മിൻ ടേം ലിസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനകത്തുനിന്ന് പറഞ്ഞിരിക്കുന്നത് SOP, അതായത് SOPയുടെ ലോജിക് എക്സ്പ്രഷൻ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഒരു 3 ഇൻപുട്ട് ആണെന്ന് ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ 3 ഇൻപുട്ട് ആയതുകൊണ്ട് തന്നെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് എഴുതിയാൽ മതി, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എഴുതിയിട്ട് നമുക്ക് SOP എഴുതിയാൽ മതി. അപ്പം ഞാനിപ്പോൾ അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് അങ്ങ് എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യണം, 000 മുതൽ 111 വരെ എഴുതി നോക്കിയിട്ട് അതിനകത്തുനിന്ന് 2-നും 4-നും 6-നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഏതാണോ അത് നോക്കിയിട്ട് അതിൻ്റെ എക്സ്പ്രഷൻ എഴുതാം. ഇപ്പം നോക്കിയേ, നമുക്ക് 2-നെ നമുക്ക് എങ്ങനെ എഴുതാം? 010 3 ഇൻപുട്ട് ആണെന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. നമുക്ക് അല്ലെങ്കിൽ ഇത് കാണുമ്പോൾ അറിയാം 246 എന്ന് പറഞ്ഞാൽ ഇതൊരു 3 ഇൻപുട്ട് ആയിട്ടുള്ള മിൻ ടേം ആണെന്ന് കണ്ടാൽ അറിയാം, 6 എന്ന് പറയുന്ന ടേം വന്നതുകൊണ്ട്. അപ്പോൾ 2-ന് കറസ്പോണ്ടിങ് ബൈനറി ഏതാണ്? 010 എഴുതി. അതുപോലെ 4-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഏതാണ്? 100. that is corresponds to 4. 4-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഏതാണ്? 100. അടുത്ത ഏതാണ്? 6 എന്ന് പറഞ്ഞാണ്. 6-ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി ഏതാണ്? 110 അല്ലേ? 110. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി നമ്പേഴ്സ് നമ്മൾ എഴുതി. 2-ന് കറസ്പോണ്ടിങ് എന്താണ്? 010. 4-ന് കറസ്പോണ്ടിങ് 100, then 110 എന്ന് പറഞ്ഞാൽ 6-ന് കറസ്പോണ്ടിങ്. ഇത് വെച്ചിട്ട് നമുക്ക് നേരെ എഴുതിക്കൂടെ? SOPയുടെ എക്സ്പ്രഷൻ എഴുതിക്കൂടെ? ഇത് വെച്ചിട്ട് എഴുതാം അല്ലേ? അപ്പം എങ്ങനെ എഴുതാം? SOP ആയതുകൊണ്ട് തന്നെ 0-ക്ക് എന്ത് ചെയ്യും? സാധാ പോലെ തന്നെ നമ്മുടെ ബാർ ഇട്ട് എഴുതും. 1-നാണെന്നുണ്ടെങ്കിൽ സാധാ A ആണെങ്കിൽ A പോലെ എഴുതും. അപ്പം എങ്ങനെ വരും? 010 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? A bar ABC ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? A bar B, A bar B, C bar, A bar B, C bar സം ഓഫ് പ്രോഡക്റ്റ് ടേം ആണ്, അതായത് പ്രോഡക്റ്റ് ടേമിന്റെ സം പ്ലസ് രണ്ടാമത്തെ ഏതാണ്? A B bar C bar, A B bar B bar C bar, അതാണ് രണ്ടാമത്തെ. അടുത്ത എന്താണ്? പ്ലസ് A B C bar. കഴിഞ്ഞില്ലേ? ഇതാണ് എന്ത്? SOP. നമുക്ക് ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണ് തന്നിരിക്കുന്ന. ഒരു മിൻ ടേം ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതിനകത്തുനിന്ന് ലോജിക് എക്സ്പ്രഷൻ എഴുതാനാണ് പറഞ്ഞത്. നമുക്ക് സിമ്പിളായിട്ട് എഴുതിക്കൂടെ? സിമ്പിളായിട്ട് SOP എഴുതാം. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ തന്നിരിക്കുന്ന മിൻ ടേം ആണ്, നിങ്ങളോട് പറയുന്നത് എന്നാ POS എക്സ്പ്രഷൻ എഴുതാനാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? മിൻ ടേമിൽ 246 ആണ് മിൻ ടേം തന്നതെങ്കിൽ ബാക്കിയുള്ളതെല്ലാം എന്തായിരിക്കും? മാക്സ് ടേംസ് ആയിരിക്കും. അതായത് ഔട്ട്പുട്ട് 0 വരുന്നതെല്ലാം ബാക്കിയുള്ള ഇത് മാത്രമേ എന്ത് വരുന്നുള്ളൂ? ഔട്ട്പുട്ട് 1 ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ 2 എന്താണ്? 0 1 3 5 7 എന്ന് പറയുന്ന എല്ലാം എന്തായിരിക്കും? മാക്സ് ടേംസ് ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? POS എക്സ്പ്രഷൻ, അതായത് തന്നിരിക്കുന്നത് SOP മിൻ ടേം ലിസ്റ്റ് തന്നിട്ട് മാക്സ് ടേം ലിസ്റ്റ് എഴുതാനും, അല്ലെങ്കിൽ മിൻ ടേം തന്നിട്ട് ഇപ്പോൾ മാക്സ് ടേമിന്റെ POS SOP പോലെ തന്നെ POS എക്സ്പ്രഷൻ എഴുതാൻ, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതിക്കൂടെ? വളരെ സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റും. ഇപ്പോൾ SOP നമ്മൾ എഴുതി, ഇതിന്റെ POS എക്സ്പ്രഷൻ എന്ത് എഴുതും? ഇതിന്റെ ബാക്കിയുള്ള ടേംസ് ഇപ്പൊ നമ്മൾ ഇതിനകത്ത് 246 എഴുതി. ഈ 246 അല്ലാത്ത ബാക്കിയുള്ള ടേംസ് ഇപ്പൊ ഏതാണ്? 000 എന്നുള്ളതൊക്കെ എന്തായിരിക്കും? അതിനകത്ത് POS എക്സ്പ്രഷൻസ് എഴുതാനുണ്ടായിരിക്കും. അതെങ്ങനെയാണ്? A+B+C ഇൻറ്റു ബാക്കിയുള്ള ടേംസുകളെല്ലാം അങ്ങനെ വെച്ച് എഴുതിയാൽ എന്തായി? POS എക്സ്പ്രഷനായി. അപ്പം എങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിലും ചോദിക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. കുറച്ച്, അതായത് 1-2 എണ്ണം നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വേഗം തന്നെ എഴുതാൻ പറ്റും. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും പറയുന്നുള്ളൂ. അതായത് ഇപ്പം നമ്മളിപ്പോൾ തുടക്കത്തിൽ എന്താണ്? ഒരു ട്രൂത്ത് ടേബിൾ തന്നിട്ട് അതിനകത്തുനിന്നൊരു ഡയഗ്രാം, ലോജിക് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വരയ്ക്കാം നമ്മൾ നോക്കി. പിന്നെ ഡിലേ എങ്ങനെയാണ് നോക്കുന്നതെന്ന് പറഞ്ഞു, ലോങ്ങസ്റ്റ് ഡിലേ ഉള്ള പാത്ത് നമ്മൾ എടുക്കുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ നമ്മൾ എന്താണ് 2 ഇൻപുട്ട് ആയിട്ടുള്ള
മിൻ ടേം ലിസ്റ്റ് ഇങ്ങനെയുള്ള മിൻ ടേം തന്നിട്ട് എങ്ങനെ എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ എന്താണ് ഒരു ട്രൂത്ത് ടേബിൾ തന്നിട്ട് അതിനകത്തുനിന്ന് എന്തൊക്കെ എഴുതാം, എന്നാ POS എക്സ്പ്രഷൻ എഴുതണം, ലോജിക്കൽ ഡയഗ്രാം വരയ്ക്കണം, ദെൻ എന്താണ് മിൻ ടേം ലിസ്റ്റ് എന്ന് എഴുതണം. അങ്ങനെ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കണ്ടുപിടിക്കുന്ന രീതി നമ്മൾ ഇതിനകത്ത് പഠിച്ചു. അപ്പൊ ഇനി ഇതിനകത്തുനിന്ന് അതായത് നമ്മുടെ ഈ മിൻ ടേം, മാക്സ് ടേം, ലോജിക്കൽ എക്സ്പ്രഷൻസ്, SOP, POS ഈ എക്സ്പ്രഷൻസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തു. അതായത് ഇപ്പം എല്ലാ ടേംസിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് നോക്കി, ഇതിപ്പോ 3 ഇൻപുട്ട് എന്നുള്ളത് ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എന്താണ് 4 ഇൻപുട്ട് നമുക്ക് തരാം. അതുപോലെ തന്നെ 2 ഇൻപുട്ടിന്റെ ട്രൂത്ത് ടേബിൾ ആണ് ഞാൻ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത്. അത് വേണമെന്നുണ്ടെങ്കിൽ 3 ഇൻപുട്ടോ 4 ഇൻപുട്ടോ തരാം. അതായത് കൂടുതലായിട്ട് സെയിം ലോജിക് അല്ലെങ്കിൽ സെയിം രീതിക്കുള്ള ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. പക്ഷേ എങ്കിൽ ട്രൂത്ത് ടേബിൾ ചിലപ്പോൾ 3 ഇൻപുട്ട് വേരിയബിൾ ഉള്ളത് തരാം. ഇപ്പം ഞാനിപ്പം നേരത്തെ ചെയ്തത് 2 ഇൻപുട്ടിന്റെ ആയിരുന്നു. അതിന്റെ 3 ഇൻപുട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, സെയിം അതുപോലെ തന്നെ. ഇപ്പം മിൻ ടേം തന്നു കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. SOP, POS എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പം ആ ഒരു പോർഷൻ, അതായത് നമ്മുടെ ഈ SOP, മിൻ ടേം, മാക്സ് ടേമിന്റെ പോർഷൻ നമ്മുടെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. മാക്സ് ടേമിൽ മാക്സിമം ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിൽ K മാപ്പ്, അതിന്റെ ക്വസ്റ്റ്യൻസ് അതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.